ഉർവശി, പൂജയിൽ പങ്കെടുക്കാൻ രാധിക അമ്മ എപ്പോ വരും? ചോദിച്ചു കേട്ടില്ലേ, അവരെപ്പോ വരും? അവര് വരില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. വന്നേ പറ്റൂന്ന് ഞാനും പറഞ്ഞിരുന്നല്ലോ. എനിക്കേ സൗകര്യം ഉണ്ടായിരുന്നില്ല. തൊട്ടോരുത്. നിങ്ങളാരാ എന്റെ അമ്മയെ തല്ലാൻ? ചന്ദ്രേട്ടാ, നീ മിണ്ടരുത്. ആരെയാടാ നീ ചോദ്യം ചെയ്യുന്നേ? സാറ വെച്ച് നീട്ടുന്ന ഉപ്പും ചോറും കഴിക്കാനുള്ള ശേഷി മാത്രമേ നിനക്കുള്ളൂ. അല്ലാതെ കൂടുതൽ കിടന്ന് അഹങ്കരിക്കണ്ട, മനസ്സിലായോ നിനക്ക്? ഈ അവസ്ഥയിൽ ഇവിടുന്ന് ഇറക്കി വിട്ട അമ്മയും കൊണ്ട് കടന്ന് തെരുവ് തിന്നാനുള്ള ആരോഗ്യം പോലും ഉണ്ടോടാ നിനക്ക്? ഉർവശി ഇറങ്ങിക്കോളൂ. ഈ വീടിനകത്ത് നിനക്ക് സ്ഥാനം ഉണ്ടാവണമെങ്കിൽ ഇന്ന് നടക്കുന്ന പൂജയിൽ രാധികയും ചന്ദ്രുവിന്റെ അമ്മയും പങ്കെടുത്തിരിക്കണം. ഇറങ്ങ്, ഇറങ്ങാനാ പറഞ്ഞത്. എന്നെ നോക്കിയിട്ട് പ്രയോജനമൊന്നുമില്ല. ചെല്ലാൻ. നിന്റെ അമ്മയേക്കാൾ മുമ്പ്, ഈ വീട്ടിലുള്ള മറ്റാരെക്കാൾ മുമ്പ് സാറയുടെ ശക്തി തിരിച്ചറിഞ്ഞവനാണ് നീ. ഒരു വാക്ക് എനിക്കെതിരെ സംസാരിക്കുന്നതിന് മുമ്പ് 100 തവണ ചിന്തിക്കണ്ടേ ഗൗതം? ചെറുപ്പമല്ലേ, കുറച്ചു കാലം കൂടി ജീവിക്കണ്ടേ നിനക്ക്? എന്റെ രാധികെ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയോ? എന്താ? ചെറിയമ്മയെ കണിമംഗലത്തുനിന്ന് പുറത്താക്കി. ചെറിയമ്മയെ പുറത്താക്കിയോ? ആര്? പുറത്താക്കിയത് വീടിന്റെ ഓണർ സാറാ മാഡമാ. പക്ഷേ അതിന് അനുവാദം കൊടുത്തത് ചെറിയച്ഛനാ. അയ്യോ, എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? ചെറിയച്ഛന് മതിയായി മടുത്തു. സത്യം പറഞ്ഞ ചെറിയമ്മയുടെ കരച്ചില് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. കഷ്ടായല്ലോ. എത്ര ദുഷ്ടത കാണിച്ചാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ദുഷ്ടത കാണിച്ചവർക്കൊക്കെ കിട്ടണം രാധികെ. അത് എനിക്കും കിട്ടണം, ചെറിയമ്മയ്ക്കും കിട്ടണം. ചെയ്യുന്ന കാലത്ത് എല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നെ വെറുതെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെ തേടി ഇനി എന്താ വരാൻ പോകുന്നതെന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എടുത്തി വെറുതെ ഇരിക്കെ. അല്ല, എന്നിട്ട് ചെറിയമ്മ ഇപ്പൊ എങ്ങോട്ടാ പോയത്? തൽക്കാലം എങ്ങോട്ടും പോയിട്ടില്ല. കണിമംഗലത്തിന്റെ ഗേറ്റിൽ പച്ചപ്പിടിച്ചിരിപ്പുണ്ട്. അല്ല, ചെറിയമ്മയ്ക്കും പ്രത്യേകിച്ച് ഒരിടത്തും പോവാനില്ലല്ലോ. ആ ശരി അടുത്തി, ഞാൻ അടുത്ത് അങ്ങോട്ട് വിളിച്ചോളാം. ചന്ദ്രശേഖരൻ, അവരെ രണ്ടുപേരും എത്തിയില്ലെങ്കിൽ പ്രശ്നമാവില്ലേ? പരിഹാരം ഉണ്ടാവും, നമുക്ക് ശ്രമിക്കാം.
അമ്മേ മോനെ അമ്മേ ഇതാണ് അമ്മ. ഇത് രാധിക മോള്. നന്നായി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ ഉണ്ടെങ്കിലും കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി വരാൻ തോന്നിയല്ലോ. ഉർവശി, അവസാനം നിന്നെ രക്ഷിക്കാനും ഈ വീട്ടിലേക്ക് തിരിച്ചു കയറ്റാനും രാധിക മോള് തന്നെ വേണ്ടി വന്നു അല്ലേ? എന്താ ചന്ദ്രശേഖര, നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്തു പറയാനാ? പൂജയുടെ കാര്യങ്ങളൊക്കെ തിരുമേനിയല്ലേ നിശ്ചയിക്കുന്നത്? പൂജയുടെ കാര്യം തിരുമേനിയാ നിശ്ചയിക്കുന്നത്. നീ ഇവിടുന്ന് പടിയിറക്കി വിട്ടവളാ രാധിക മോള്. രാധിക മോള് ഈ പൂജയിൽ പങ്കെടുക്കണോ വേണ്ടയോ? അത് വീട്ടുടമ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ കാവൽക്കാരൻ പറഞ്ഞാലും മതി. കുടുംബത്തിന് എന്തോ കാര്യമായ ദോഷമുണ്ട്. അത് മാറുന്നത് എല്ലാവർക്കും നല്ലതല്ലേ? ഈ കുടുംബത്ത് വീണ കണ്ണീര് പലരെയും പൊള്ളിക്കുന്നതാ.